കൊറോണ ബാധിച്ച നമ്മുടെ കേരളത്തിലെ സാഹചര്യത്തിൽ ഹാൻഡ് സാനിറ്റൈസർ എങ്ങനെ ഉണ്ടാക്കണമെന്ന് ഡോക്ടർ രാജേഷ് ശാന്തി ഹോസ്പിറ്റൽ ഡോക്ടർ ഇപ്പോൾ നിങ്ങളെ കാണിച്ചു തരികയാണ്. ഇപ്പോൾ എടുക്കുന്നത് ആൽക്കഹോൾ. എന്താണ് ഡോക്ടർ ഈ ആൽക്കഹോൾ? ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ എന്നാണ് എൻ്റെ പേര്. ഇതാണ് ഇപ്പോൾ ഇതിൽ ഒഴിക്കുന്നത്. നമ്മൾ എടുക്കുന്നത് 75 ml ആണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. 75 ml അതിപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഒഴിക്കുകയാണ്. ഇനി എടുക്കാൻ പോകുന്നത് അത് 75 ml തേക്കുകയാണ്. ഇപ്പോൾ 75 ml ആൽക്കഹോൾ എടുത്തു കഴിഞ്ഞു. ഇനി അടുത്തെടുക്കാൻ പോകുന്നത് ഗ്ലിസറിനാണ്. ഗ്ലിസറിൻ നമ്മളിതിൻ്റെ പ്രൊപ്പോർഷൻ അനുസരിച്ച് എടുക്കുന്നത് 15 ml ഗ്ലിസറിനാണ് ഇപ്പോൾ എടുക്കുന്നത്. 15 ml ഗ്ലിസറിൻ 15 ml ഗ്ലിസറിനാണ് ഇപ്പോൾ നമ്മൾ എടുക്കുന്നത് ഇതിലേക്ക് ചേർക്കാനായിട്ട്. ഓക്കെ, ഇനി നമ്മളിതിൽ ചേർക്കാൻ പോകുന്നത് 10 ml ഹൈഡ്രജൻ പെറോക്സൈഡാണ് ഒഴിക്കുന്നത്. 10 ml ഹൈഡ്രജൻ പെറോക്സൈഡാണ് ചേർക്കുന്നത്. ഇത് മൂന്നും ചേർത്തിട്ടുള്ള മിശ്രിതത്തിൽ ഇതിൻ്റെ ഒരു സ്മെല്ലിന് വേണ്ടിയിട്ട് നമ്മൾ പുൽത്തൈലത്തിൻ്റെ തുള്ളികളും ഒഴിക്കും. ഇപ്പോൾ എടുക്കുന്നത് 10 ml ഹൈഡ്രജൻ പെറോക്സൈഡാണ് ഇപ്പോൾ ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു സ്മെല്ലിന് വേണ്ടിയിട്ട് പുൽത്തൈലത്തിൻ്റെ 1, 2, 3 തുള്ളികൾ കൂടെ ചേർക്കുകയാണ്. ഇത് ചേർത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഹാൻഡ് സാനിറ്റൈസർ എന്ന ജെല്ല് മിക്സ്ചർ ഉണ്ടാക്കി കഴിഞ്ഞു. ഇത് നമുക്ക് നമ്മുടെ വീടുകളിലും നമ്മുടെ സ്ഥാപനങ്ങളിലൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. ഇതിൻ്റെ പ്രൊപ്പോർഷനെ കുറിച്ചും ഡോക്ടർ ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കും. ഇതിൻ്റെ പ്രൊപ്പോർഷൻ എങ്ങനെയാണ്? ഇതിൽ നമ്മൾ ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ എന്ന് പറയുന്ന സാധാരണ നമുക്ക് ആശുപത്രി ആവശ്യങ്ങൾക്ക് വാങ്ങിക്കുന്ന സർജിക്കൽ സ്പിരിറ്റ് എന്ന് പറയുന്ന സാധനമാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. അതിൽ സാധാരണഗതിയിൽ 70 മുതൽ 99% വരെ ആൽക്കഹോൾ കണ്ടൻറ്റ് ഉള്ളതാണ് നമ്മൾ വാങ്ങിക്കാൻ കിട്ടുന്നത്. അതിൻ്റെ അനുപാതം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2 തരത്തിൽ നമുക്ക് ഈ സാധനം ഉണ്ടാക്കാം. ഒന്നാമത്തെ സാധനം ഇപ്പോഴത്തെ വൈറസിൻ്റെ ബാധയുള്ള കാലഘട്ടത്തിൽ വൈറസിനെ മാത്രം പ്രതിരോധിക്കുന്നതായിട്ടുള്ള ഒരു മിശ്രിതമുണ്ട്. അതിനകത്ത് ആൽക്കഹോളും കൈകൾക്ക് സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഗ്ലിസറിനും മാത്രം ചേർക്കുന്നതാണ്. പക്ഷെ പൊതുവേ ഉള്ളൊരു സാനിറ്റൈസർ എന്ന് പറയുമ്പോൾ അതിന് ബാക്ടീരിയ കൂടെ അതിനകത്ത് നശിപ്പിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഹൈഡ്രജൻ പെറോക്സൈഡ് പ്രൊപ്പോർഷൻ എന്ന് പറയാം. അപ്പോൾ അതിന് എങ്ങനെ ഉപയോഗിക്കുക വെച്ച് കഴിഞ്ഞാൽ ആൽക്കഹോൾ എന്ന് പറയുന്നത് 3ൽ 2 ഭാഗം ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ, 1/3 ഭാഗം മറ്റേ ഗ്ലിസറിനും, അതേപോലെ തന്നെ 1/3 ഭാഗത്തിൽ ഒരല്പം കുറവായിട്ട്, അതായത് നമ്മളൊരു 1% കുറവായിട്ട് ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിക്കുന്നു. അങ്ങനെയാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. പിന്നെ പുൽത്തൈലം ആഡ് ചെയ്തത് അതിനുള്ള ഒരു മണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇതാണ് നമുക്ക് ഈ തരത്തിലുള്ള മിശ്രിതം നമ്മൾ ഉപയോഗിച്ച് കൈകളിൽ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചുരുങ്ങിയത് 20 സെക്കൻഡ് നേരമെങ്കിലും അത് കൈകളിൽ അത് അപ്ലൈ ചെയ്യണമെന്നാണ് പറയുക. ഓക്കെ, അപ്പോൾ ഈ ഒരു വിശദീകരണം കേട്ടു. നിങ്ങൾക്കിത് ഉണ്ടാക്കുക, എല്ലാവരും ഇത് സഹകരിക്കുക. ഉപയോഗിക്കുന്നത്